ഹായ് എവ്രി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 185 നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ്, ഡയഗ്നോസ്റ്റിക്, പ്രൊഫിഷ്യൻസി ആൻഡ് പ്ലേസ്മെൻറ്റ് ടെസ്റ്റ്. ഈ ഒരു 5 ടെസ്റ്റുകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഓരോ ടെസ്റ്റുകൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് മീൻ ബൈ ലാംഗ്വേജ് ടെസ്റ്റ്. ലാംഗ്വേജ് ടെസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ടീച്ചിങ്. നമുക്കറിയാം, എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ദേ ആർ യൂസ്ഡ് ടു മെഷർ ലേണേഴ്സ് നോളജ്, എബിലിറ്റീസ്, പ്രോഗ്രസ് ഇൻ എ ലാംഗ്വേജ്. അപ്പോൾ ഒരു ലാംഗ്വേജ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനെ മെഷർ ചെയ്യുന്നത്, എന്തിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നോളജ്, എബിലിറ്റീസ്, ദെൻ പ്രോഗ്രസ് ഇൻ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിലുള്ള പ്രോഗ്രസ്സിനെയും എബിലിറ്റീസിനെയും നോളജിനെയും ഒക്കെ മെഷർ ചെയ്യാനാണ് നമ്മൾ സാധാരണ ലാംഗ്വേജ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഹാവ് ദ ഡിഫറെൻറ്റ് പേർപ്പസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. നമുക്ക് കാണാൻ സാധിക്കും, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. എന്തിനനുസരിച്ച്? ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പേർപ്പസ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പേർപ്പസിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിലും എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ടീച്ചേഴ്സ് യൂസ് ദീസ് ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലേണേഴ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. അതുപോലെ തന്നെ നമുക്കറിയാം, ടീച്ചേഴ്സ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലേണേഴ്സിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വരുന്ന ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, നൗ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ആർ ദി മേജർ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പം ഇതിൽ ഫസ്റ്റ് ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ രണ്ടാമത്തത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. മൂന്നാമത്തത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, പ്ലേസ്മെൻറ്റ് ടെസ്റ്റ്, അല്ലേ? ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓരോ ടെസ്റ്റുകളെയും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കാം. ദ ഫസ്റ്റ് വൺ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബിഫോർ ലേണേഴ്സ് ബിഗിനിങ് ലേണിംഗ് എ ഫോറിൻ ലാംഗ്വേജ്. അപ്പം നമുക്ക് കാണാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മീനിങ് അഭിരുചി ടെസ്റ്റ് ചെയ്യുക, അല്ലേ? അപ്പം ഈ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ബിഫോർ ബിഗിനിങ് ലേണിംഗ് എ ഫോറിൻ ലാംഗ്വേജ്. നമ്മളൊരു പുതിയ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ടോ, സ്കില്ലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ ഒരു ഭാഷയിൽ അഭിരുചി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, അല്ലേ? അപ്പം ഒരു ഫോറിൻ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പാണ് എന്ത്, ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എയിം ടു ഐഡൻറ്റിഫൈ വെദർ എ ലേണർ ഹാസ് നാച്ചുറൽ എബിലിറ്റി ടു ലേൺ എ ലാംഗ്വേജ് സക്സസ്ഫുള്ളി. അപ്പം ഒരു ലാംഗ്വേജ്, ന്യൂ ലാംഗ്വേജ്, ഒരു പുതിയ ലാംഗ്വേജ് സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാനുള്ള സ്കില്ലുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്ന്, കണ്ടക്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. ഫോക്കസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ് പൊട്ടൻഷ്യൽ റേദർ ദാൻ ലേൺ നോളജ്. അപ്പം ഇവിടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വാല്യൂ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതാണ്, എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്, സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ്. എന്തിനേക്കാളും റേദർ ദാൻ ലേൺഡ് നോളജ്. പുതിയ ഭാഷയിൽ നോളജ് ഉണ്ടോ എന്ന് നോക്കുന്നതിലുപരി പൊട്ടൻഷ്യൽ ഉണ്ടോ, എബിലിറ്റി ഉണ്ടോ, സ്കില്ലുണ്ടോ എന്നാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ടാസ്ക് ഓഫൺ റിലേറ്റ് ടു പ്രൊനൗൺസിയേഷൻ, സ്പെല്ലിംഗ്. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ടാസ്കുകൾ പലപ്പോഴും സ്പെല്ലിങ്ങും അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനും ഒക്കെയാണ് സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. ഇതിലൊക്കെ സ്കില്ലുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നോക്കുന്നെങ്കിൽ, മോഡേൺ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, MLAT, ഒരു ഫേമസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. Achievement tests measure what learners have learned from the course syllabus. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റിൻ്റെ പേര് തന്നെ ഉണ്ട്. എന്താണ് സിലബസിൽ നിന്നും സ്റ്റുഡൻറ്റ് ലേണേഴ്സ് അച്ചീവ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പം ഒരു കോഴ്സ്, ഏത് എക്സാം ആണെങ്കിലും എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ആ കുട്ടി എത്രത്തോളം കാര്യങ്ങൾ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ
ആ എക്സാംസിൻ്റെ സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പം ആ ഒരു കോഴ്സ് സിലബസിൽ നിന്ന് കുട്ടി എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എന്നാണ് ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. മെഷർ വാട്ട് ലേണേഴ്സ് ഹാവ് ലേൺ ഫ്രം ദി കോഴ്സ് സിലബസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു കോഴ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. അപ്പം ഇതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ക്ലാസ് റൂമിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ആ കോഴ്സ് ഒബ്ജക്റ്റീവ്, ഏത് കോഴ്സ് നമ്മൾ ചെയ്യുന്നോ, ഏത് പേപ്പർ നമ്മൾ ചെയ്യുന്നോ ആ കോഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരിക്കും ക്ലാസ് റൂം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത്. ഹെൽപ്പ് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ലേണർ പ്രോഗ്രസ് ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. അപ്പം അതുപോലെ തന്നെ ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലേണേഴ്സിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസ് മനസ്സിലാക്കാനും ഒക്കെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ കോഴ്സ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സിൽ. അപ്പം അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ സാധാരണ കണ്ടക്ട് ചെയ്യാറുള്ളത് നമ്മൾ കോഴ്സ് നടന്നുകൊണ്ടിരിക്കും എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടി അച്ചീവ്മെൻറ്റ് എങ്ങനെയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല രൂപത്തിലുള്ള ടെസ്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് അല്ലേ, ഓരോ കോഴ്സുകൾ കഴിഞ്ഞിട്ട് സെമസ്റ്റർ എക്സാംസ് വരാറുണ്ട്, ഇയർലി എക്സാംസ് വരാറുണ്ട്, ഹാഫ് ഇയർലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ കാണാം അസൈൻമെൻറ്റ്സ് കൊടുക്കാറുണ്ട്, ക്വിസുകൾ നടത്താറുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിൽ ലേണേഴ്സിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു സ്റ്റഡി നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പീരീഡിന് ശേഷം അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ എന്ത് നടത്താറുണ്ട്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താറുണ്ട്. മെഷർ ഹൗ ഫാർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. അപ്പം ആ ഒരു കുട്ടി ഓരോ കോഴ്സ് കഴിയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടി പഠിക്കണമോ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് മറ്റൊരു പ്രത്യേകതയാണ് സിലബസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു കോഴ്സ് ആണെങ്കിലും ആ ഒരു കോഴ്സിന് സിലബസ് ഉണ്ടായിരിക്കും. ആ ഒരു സിലബസിനെ ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിനെ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ഈ ഒരു ടെസ്റ്റ് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ വരുന്നത്, എക്സാമിനേഷൻ, ക്വിസസ്, അസൈൻമെൻറ്റ്സ്, ദെൻ പ്രോജക്റ്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മൾ ഈ പറയുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിൽ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ മനസ്സിലാക്കാൻ നടത്തുന്ന എക്സാംസ് ആണ് അല്ലെങ്കിൽ ടെസ്റ്റിനെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ബുദ്ധിമുട്ട് എന്താണ്, ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് അല്ലെ, ചില കുട്ടികൾക്കൊക്കെ എക്സാംസിന് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽപ്പ് ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലേണേഴ്സ് നീഡ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്, ലേണേഴ്സിന് എന്താണ് ആവശ്യം, അവരെവിടെയാണ്, എന്താണ് അവരുടെ പ്രോബ്ലംസ്, എവിടെയാണ് അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഡിഫിക്കൽട്ടീസ് ഉള്ളത്. അപ്പം അവരുടെ ഒരു നീഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഐഡൻറ്റിഫൈ ഡിഫിക്കൽട്ടീസ് ഇൻ സ്പെസിഫിക് ഏരിയാസ് ഓഫ് ദി സിലബസ്. അതുപോലെ തന്നെ ഓരോ സിലബസിലും സ്പെസിഫിക് ഏരിയാസിൽ ചില കുട്ടികൾക്ക് നമുക്കറിയാം ഗ്രാമറ്റിക്കലി ഗ്രാമർ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ, ചില സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, റീഡിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ, സിലബസിലെ സ്പെസിഫിക് ഏരിയയിൽ വരുന്ന ഡിഫിക്കൽട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഗ്യാദർ എവിഡൻസ് അബൌട്ട് ദ ലേണർ പെർഫോമൻസ് ആൻഡ് ചാലഞ്ചസ്. അതുപോലെ തന്നെ ലേണേഴ്സിൻ്റെ അവരുടെ പെർഫോമൻസ്, അവരെ എക്സൽ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ എന്തൊക്കെ ചാലഞ്ചസ് ആണ്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് അതിനെ തിരിച്ചറിയാനും ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ഗ്രാമർ, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, കോംപ്രിഹെൻഷൻ അല്ലേ. പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ തിരിച്ചറിയാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്നാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത മെഷേഴ്സ് ഓവറോൾ ലാംഗ്വേജ് എബിലിറ്റി റാദർ ദാൻ എ സ്പെസിഫിക് സിലബസ്. അപ്പം ഇവിടെ ഒരിക്കലും തന്നെ ഈ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സ്പെസിഫിക് സിലബസ് അല്ലെ, ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടോ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ല ഈ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. ഒരു ഓവറോൾ ലാംഗ്വേജ് എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവാലുവേറ്റ് ഹൗ എഫക്റ്റീവ്ലി ലേണേഴ്സ് ക്യാൻ യൂസ് ദി ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ട്
ഒരു ലേണർക്ക് ടാർഗറ്റ് ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടാർഗറ്റ് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പം ഈ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്, എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലേ. അപ്പം നോക്കൂ, പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ എന്തിനൊക്കെയാണ് അസസ് ചെയ്യുന്നത്, അസസസ് ദ 4 മേജർ സ്കിൽസ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ പ്രൊഫിഷ്യൻസി സ്കില്ലിൽ അവർ അസസ് ചെയ്യുന്നത് 4 ബേസിക് സ്കില്ലുകളാണ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അസസ്മെൻറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി നോളജ്. ഇതും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട്, മെഷർ ചെയ്യാറുണ്ട് അല്ലേ. പ്രൊഫിഷ്യൻസി ടെസ്റ്റിന് എക്സാമ്പിളാണ് IELTS, TOEFL, TOEFL, IELTS. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റിന് എക്സാമ്പിളാണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നോക്കുക നിങ്ങൾ. IELTS വൈഡ്ലി യൂസ്ഡ് ഫോർ അക്കാഡമിക് ആൻഡ് ഇമിഗ്രേഷൻ പേർപ്പസ്. മറ്റ് അബ്രോഡിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണ് IELTS നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. TOEFL ഈസ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ ടു ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റീസ്. അല്ല, ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ അബ്രോഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്ത് ഇത്തരം പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. ദ ലാസ്റ്റ് വൺ, പ്ലേസ്മെൻറ്റ് ടെസ്റ്റ്. അല്ലേ, എന്താ ഈ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്ക് നിങ്ങൾ, കണ്ടക്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ കോഴ്സ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റിനെ പോലെ തന്നെ, ഏത് ടെസ്റ്റിനെ പോലെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, അതുപോലെ തന്നെ ഇതും കണ്ടക്ട് ചെയ്യുന്നത് ബിഗിനിങ്ങിലാണ് അല്ലേ. ബിഗിനിങ് ഓഫ് എ കോഴ്സ്, പ്ലേസ് ദ ലേണേഴ്സ് ഇൻ സ്യൂട്ടബിൾ ഗ്രൂപ്പ് ഓർ ലെവൽ ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി. അപ്പോൾ നമ്മൾ കാണാം, ഈ ലേണേഴ്സിനെ പ്ലേസ് ചെയ്യാണ് എങ്ങനെ, ഇൻ എ സ്യൂട്ടബിൾ ഗ്രൂപ്പ് ഓർ ലെവൽ ബേസ്ഡ് ഓൺ ദ എബിലിറ്റി. ഇല്ല, നമ്മൾ കാണാം 10ാം ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസിനെ പല സ്കൂൾസും ചെയ്യുന്നൊരു കാര്യമാണ്, ഈ പ്ലേസ്മെൻറ്റ് നടത്താറുണ്ട്, പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും അല്ലേ. അപ്പം ആ ഒരു കുട്ടികളുടെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും, ഒരേ ലെവലിൽ വരുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കും അല്ലേ. മറ്റ് എബിലിറ്റിയിൽ, സ്കില്ലിലൊക്കെ കുറച്ചും കൂടെ ഹയർ ലെവലിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറീസിൽ വരുന്ന കുട്ടികളൊക്കെ, ലെവലിൽ വരുന്ന കുട്ടികളൊക്കെ മറ്റൊരു ഗ്രൂപ്പാക്കും അല്ലേ. അതാണ് പ്ലേസ് ദ ലേണേഴ്സ് ഇൻ സ്യൂട്ടബിൾ ഗ്രൂപ്പ് ഓർ ലെവൽ ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി. ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് എ ബാലൻസ്ഡ് ക്ലാസ് റൂം വിത്ത് സിമിലർ എബിലിറ്റി ലെവൽ. അപ്പം ഇത് പലപ്പോഴും പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് ഒരു ക്ലാസ്സുകൾ ബാലൻസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പം ഒരു സെയിം ലെവൽ ഓഫ് എബിലിറ്റി ഉള്ള കുട്ടികൾ തന്നെ ആയിരിക്കും ഒരു സെയിം ക്ലാസ്സുകളിൽ വരുന്നത് അല്ലെ. അപ്പം ക്ലാസ് റൂംസ് എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കും, അതുപോലെ തന്നെ എഫക്റ്റീവ് ആവുന്നതിനും സഹായിക്കും അല്ല. ഇപ്പം നമുക്ക് കാണാം, ഒരേ സെയിം ക്ലാസ്സിൽ തന്നെ ഡിഫറെൻറ്റ് എബിലിറ്റി ലെവൽ സ്കില്ലുള്ള കുട്ടികളാണെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം മേക്ക് ദ ടീച്ചിങ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ലേണർ ഫ്രണ്ട്ലി. അപ്പം അതെന്തുകൊണ്ടും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ലേണേഴ്സിനും ബെനിഫിഷ്യൽ ആയിട്ട് മാറും. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.